വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിന് ശേഷം ഇന്നത്തേക്ക് ഒരാഴ്ചയായി. ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടന്നു എന്നറിയും. മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ആദ്യം ചെയ്തത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സന്ദർശിക്കുകയാണ്. ഇലക്ഷൻ സമയത്ത് ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറഞ്ഞ് അടിയുണ്ടാക്കി നടന്നിരുന്ന പാർട്ടിക്കാർക്കൊക്കെ ആ കാഴ്ച കാണുമ്പോൾ ഒരു സമാധാനമാണ്. നിങ്ങളൊക്കെ രാഷ്ട്രീയ എതിരാളികൾ മാത്രമാണ്, അല്ലാതെ ശത്രുക്കളല്ല എന്നുള്ള ഒരു മെസ്സേജ് അതിലൂടെ നൽകുകയാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് ഒരു മാതൃകാപരമായ ഭരണാധികാരിയുടെ പ്രഖ്യാപനങ്ങളാണ്. മുഖ്യമന്ത്രി അടക്കം ഒരു മന്ത്രിമാർക്കും പുതിയ വാഹനങ്ങൾ വേണ്ട, ഒരുപാട് വാഹന വ്യൂഹങ്ങളും വേണ്ട. പൊതുമുതല് ദൂർത്തടിക്കാതെ പരമാവധി ചെലവ് കുറച്ച് ഭരണാധികാരികൾ മാതൃക കാണിച്ചു കൊടുക്കണം. എന്നാൽ ജനക്ഷേമത്തിന്റെ കാര്യത്തിൽ യാതൊരു കുറവുമില്ല. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു, PSC ലിസ്റ്റുകളുടെ കാലാവധി വർദ്ധിപ്പിച്ചു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 പുതിയ വകുപ്പുകൾ കേരളത്തിൽ രൂപീകരിക്കുകയാണ്. വയോജനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു വകുപ്പ്, പുതിയ കാലത്തിനനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി AI വകുപ്പ് കൂടി രൂപീകരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ 3 പത്രസമ്മേളനങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിയത്. മാധ്യമപ്രവർത്തകർ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ജനങ്ങളുടെ ചോദ്യങ്ങളാണ്. അവിടെ പത്രസമ്മേളനത്തിൽ വന്നിരുന്നിട്ട് അദ്ദേഹം ഇഷ്ടമുള്ളത് പറഞ്ഞിട്ട് പോവുകയല്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞതിന് ശേഷം പിന്നീട് കൂടുതൽ സമയവും മാധ്യമപ്രവർത്തകരുടെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായും ക്ലാരിറ്റിയോടും ഉത്തരം പറയാൻ അതിനുള്ള സമയം അവർക്ക് നൽകുകയാണ്. അതിനിടയിൽ തന്നെ ഒരൊറ്റ പുഞ്ചിരി കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയം മുഴുവൻ കീഴടക്കുകയാണ്. മുഖ്യമന്ത്രിയും ജനങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു വലിയ അകൽച്ച ഉണ്ടായിരുന്നു, അതൊക്കെ ഇല്ലാതായി. നമ്മുടെ വീട്ടിലെ ഒരാൾ മുഖ്യമന്ത്രിയായ എങ്ങനെയാണോ അതുപോലെ ഒരു ഫീലാണ് കേരളത്തിലെ ജനങ്ങൾക്കിപ്പോൾ. എന്തായാലും കേരളത്തിന് ഇത് നല്ല കാലമാണ്. ഈ ഒരു ഭരണം ഇതുപോലെ തുടരുകയാണെങ്കിൽ വലിയ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും.